ഒരേ സമയം നമ്മൾ ഇന്ത്യയുടെ പേര് വാനോളം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതേസമയം കേന്ദ്ര സർക്കാർ നമ്മളെ വല്ലാതെ കുരുക്കിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. നമ്മുടെ കേരളം ആരോഗ്യ മേഖലയിൽ എപ്പോഴും നമ്പർ 1 ആണ്. അതിന്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നയം ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ ഈ ആയുർവേദ ചികിത്സയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ മോദി ഏത് രാജ്യത്ത് പോയാലും അവിടെയുള്ളവരോട് ഇന്ത്യയിലേക്ക് വരൂ, ഇവിടെ ആയുർവേദ ചികിത്സയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. പക്ഷേ ഒരു ലോകോത്തര നിലവാരമുള്ള അല്ലെങ്കിൽ നല്ല ഒരു ഹോസ്പിറ്റൽ, ആയുഷ് ഹോസ്പിറ്റൽ ഇന്ത്യയിൽ എങ്ങുമില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് NABH കേന്ദ്ര ഏജൻസിയാണ്, NABH അംഗീകാരമുള്ള ഒരു ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ പോലും ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ അതിനും നമ്മൾ മാതൃകയാകാണ്. ഈ ലോകോത്തര നിലവാരമുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എന്തൊക്കെയാണ് വേണ്ടത്, അതിനു വേണ്ടിയിട്ട് മാനദണ്ഡം പോലും ഇല്ലാതിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ. അതൊക്കെ തന്നെ കേരളം ഉണ്ടാക്കി. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റൽ തയ്യാറാക്കി NABH അക്രഡിറ്റേഷന് വേണ്ടി അപേക്ഷിക്കുന്നു. അവർ വന്ന് പരിശോധിക്കുന്നു. അങ്ങനെ കേരളത്തിൽ ആദ്യമായി NABH അക്രഡിറ്റേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കുകയാണ്. അത് ആലപ്പുഴയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ തുടക്കം തന്നെയാകും ഇക്കാര്യം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു നാഴികക്കല്ലാണ്. ഒപ്പം ഒരു കാര്യം കൂടി പറയേണ്ടി വരും. കാരണം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സൗജന്യമായി ചികിത്സ നൽകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളുടേത്. നമ്മുടെ ഒരു വർഷത്തെ ചിലവെന്ന് പറയുന്നത് 1600 കോടി രൂപയാണ് ആരോഗ്യ മേഖലയിൽ. അതിൽ വെറും 8% മാത്രമാണ് കേന്ദ്ര സർക്കാർ തരുന്നത്. അതായത് 138 കോടി മാത്രമേ അവർ തരുന്നുള്ളൂ. പക്ഷേ ആ പണം പോലും ഇപ്പോൾ കൃത്യമായി അവർ തരുന്നില്ല. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഒരേ സമയം നമ്മൾ ഇന്ത്യയുടെ പേര് വാനോളം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതേസമയം കേന്ദ്ര സർക്കാർ നമ്മളെ വല്ലാതെ കുരുക്കിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. അതുകൊണ്ട് ഇന്ന് ഇതിനെ പറ്റിയിട്ട് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതിന്റെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കേൾക്കാം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആയുർവേദ മേഖല ആഗോളതലത്തിൽ തന്നെ പ്രശസ്തമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു ലക്ഷ്യം, ആയുർവേദ മേഖലയിൽ, ആയുഷ് മേഖലയിൽ കേരളത്തിലെ ചികിത്സാ സൌകര്യങ്ങൾ പരമാവധി ശക്തിപ്പെടുത്തുക, രോഗി സൌഹൃദവും ജനസൌഹൃദവുമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും കേരളത്തിൽ വന്ന് ചികിത്സിച്ചു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ആദ്യമായി, രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു ആയുഷ് ആരോഗ്യ കേന്ദ്രം പോലും NABH അക്രഡിറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല ഇതുവരെ. ഒരു മാസം മുൻപ് കേരളം, അപ്പൊ ഇത് പരിശോധിച്ചപ്പോഴാണ് ഇതിന്റെ ഒരു മാനദണ്ഡം പോലും കേന്ദ്രത്തിലില്ല. അപ്പോ ഇതിന് കേരളം ഒരു മാനദണ്ഡം തയ്യാറാക്കി, അതിനൊരു ബുക്ക്ലെറ്റ് തയ്യാറാക്കി. കേരളത്തിലെ ഏതാണ്ട് 150ഓളം സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ NABH അക്രഡിറ്റഡായി. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. തകഴി പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഈ ആരോഗ്യ കേന്ദ്രം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, പ്രളയകാലത്ത് വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ട, തകർന്നുപോയ ഒരു ആരോഗ്യ കെട്ടിടമാണ്. അവിടെയാണ് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് രൂപീകരിക്കാനായിട്ട് സാധിച്ചത്.